പൊട്ടിത്തെറിച്ചതൊക്കെ ഇന്ന് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ ആ പൊട്ടിത്തെറിയില്ല. ഇന്നലെ ആ പൊട്ടിത്തെറി നമ്മൾ കണ്ടു. പ്രമീള ശശിധരൻ്റെ ആയാലും ശിവരാജൻ്റെ ആയാലും വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മരം പെയ്യുന്നതും കൂടിയാണ് ഇന്ന് കണ്ടു തീർന്നത്. അത് സുരേന്ദ്രൻ്റെ പ്രസ്താവന അത്രയും കോൺഫിഡൻസോട് കൂടി നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നടത്തുന്ന പ്രസ്താവനകൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ആരാണ് ഇനി പൊട്ടിത്തെറിക്കാൻ ബാക്കിയുള്ളത്? എം.ടി. രമേശ് പൊട്ടിത്തെറിക്കണമെന്നാണോ ഉണ്ണി സാറൊക്കെ ആഗ്രഹിക്കുന്നത്? അതോ പി.കെ. കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കണോ? അതോ എൻ രാധാകൃഷ്ണൻ പൊട്ടിത്തെറിക്കണോ? ഈ മൂന്ന് നേതാക്കളോടും പ്രതികരണങ്ങൾ തേടിയാൽ അറിയാമല്ലോ അവർക്ക് പൊട്ടിത്തെറിക്കാനുണ്ടോ എന്ന്. പൊട്ടിത്തെറിക്കാനാണെങ്കിൽ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 6-7 തീയതികളിൽ നടക്കുന്ന നേതൃയോഗം വരെയൊക്കെ കാത്തിരിക്കാതെ, ഇന്നിപ്പോൾ 26 തീയതിയായുള്ളൂ, 10 ദിവസമൊക്കെ കാത്തിരിക്കാതെ പൊട്ടിത്തെറിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം വരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ അവർ പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിത്തെറി തുടരുന്നുവെന്ന് പറയാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം 2 നേതാക്കളുടെ, അതായത് പ്രമീള ശശിധരൻ്റെയും അതുപോലെ തന്നെ എൻ ശിവരാജൻ്റെയും പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇന്ന് ആ രീതിയിലുള്ള ഒരു പ്രതികരണവും ഒരു കോണിൽ നിന്നും വരുന്നില്ല. എക്സ് പോസ്റ്റുകളില്ല, ഫേസ്ബുക്ക് പോസ്റ്റുകളില്ല, ഒരിടത്തും ഒരു ചലനവും ഇല്ലാതിരിക്കുമ്പോഴും BJP എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്താ? പോപ്കോൺ ആണോ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാൻ? പോപ്കോൺ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും ആ ചോളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിക്കാനായിട്ടല്ല അവർ നിൽക്കുന്നത്. ഇന്ന് ചേർന്നത് നേതൃയോഗമല്ല. ഇന്നത്തെ യോഗത്തിൽ കൃത്യമായി സജീവ അംഗത്വവും പ്രാഥമിക അംഗത്വവും ഒക്കെയാണ് ചർച്ചയായത്. അത് കെ സുരേന്ദ്രൻ വ്യക്തമായി തന്നെ വന്ന് പറയുകയും ചെയ്തു. മാധ്യമങ്ങൾ 2-3 ദിവസമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റാനുള്ള ചർച്ച, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോൾ 15-16 തവണയാണ് ഇതേ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. അതിൽ മിക്കവാറും ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ തന്നെ വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പുറത്താക്കി 5 വർഷമായി. 2019 വന്നപ്പോൾ മുതൽ ഇപ്പോൾ 2024 നവംബർ വരെ 15 പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലെ റെക്കോർഡ്, അതായത് മാധ്യമങ്ങൾ പുറത്താക്കിയതിലെ റെക്കോർഡ് കെ സുരേന്ദ്രനാണ്. വേറെ ഒരു പ്രസിഡന്റിനെയും ഇത്രയും പുറത്താക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്തായാലും ഇപ്പോൾ BJP എല്ലാ ജില്ലകളിലും വരണാധികാരികളെ നിയമിച്ചുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ബൂത്ത് മണ്ഡലം പുനഃസംഘടനയാണ് ഡിസംബറിൽ അടുത്ത മാസം നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ചേലക്കരയായാലും പാലക്കാടായാലും വയനാടായാലും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം, റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ കിട്ടിയതിനു ശേഷം ഡിസംബർ 6-7 തീയതികളിൽ കൊച്ചിയിൽ തന്നെ ചേരുന്ന നേതൃയോഗത്തിൽ അക്കാര്യങ്ങൾ ചർച്ചയാകും. അതിനു മുൻപ് തന്നെ 26 തീയതി നവംബർ 26 ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറി തുടരുകയാണ് എന്നൊരു വ്യാഖ്യാനത്തിനോട് യോജിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലെ എൻ്റെ വിയോജിപ്പ് അറിയിക്കുകയാണ്. എന്തായാലും ഈ സജീവ അംഗത്വവും പ്രാഥമിക അംഗത്വവും ഒക്കെ കൂട്ടിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകരെ പാർട്ടിക്കൊപ്പം നിർത്തുക, അതിനായിട്ടുള്ള ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എൻ രാധാകൃഷ്ണൻ ഈ 3 നേതാക്കൾ പങ്കെടുത്തില്ല. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്, കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് എന്ന് കേരളം കേട്ടുകഴിഞ്ഞു. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രന് പൊട്ടിത്തെറി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ഫിക്സ് ചെയ്യുന്നത് പി.കെ. കൃഷ്ണദാസിനെയാണ്. പി.കെ. കൃഷ്ണദാസ് അതൃപ്തി അറിയിച്ചു. ഞാൻ പി.കെ. കൃഷ്ണദാസിൻ്റെ ഒരു പ്രതികരണം പോലും ഒരിടത്തും കണ്ടില്ല ഈ അതൃപ്തി അറിയിക്കുന്നത്. എവിടെയെങ്കിലും അദ്ദേഹം ഒന്ന് പറയണ്ടേ? അല്ലെങ്കിൽ എം.ടി. രമേശ് ഒന്ന് പറയണ്ടേ? ഇവരൊക്കെ നന്നായി പ്രതികരിക്കുന്ന നേതാക്കളാണ്. അപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും ഇടയിൽ റിഫ്റ്റാണ്, അസ്വാരസ്യമാണ് എന്ന് പറയുന്നു. വി മുരളീധരൻ എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ്, അതുകൊണ്ട് കേരളത്തിലെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ അടിയാണ് എന്ന് പറയുന്നു. എന്നാൽ ഇവർ തമ്മിൽ അടിക്കുന്നത് കാണാൻ കാത്തിരുന്നവരുടെ മുന്നിൽ ഇന്നത്തെ യോഗത്തിൽ രണ്ടുപേരും അടുത്തടുത്തുള്ള കസേരകളിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത്രയും റിഫ്റ്റും അത്രയും ഭിന്നതയും ഒക്കെയുള്ള ആളുകൾ അങ്ങനെ ചേർന്നിരുന്ന ഒരു യോഗത്തിൽ പങ്കെടുത്ത പ്രാഥമിക അംഗത്വത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമെന്ന് കരുതാനും കഴിയില്ല. അസൗകര്യം അറിയിച്ച ആളുകൾ 14 പേരുണ്ട്. അതിൽ ഈ 3 പേരുമുണ്ട്. അപ്പോൾ ഈ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എൻ രാധാകൃഷ്ണൻ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ സേവ് BJP നേരത്തെ പറഞ്ഞ ആ പോസ്റ്റർ, സേവ് BJP പ്രചാരണം നല്ലതാണ്, BJP രക്ഷിക്കണ്ടേ? BJP എപ്പോഴും ഇങ്ങനെ തകർന്നു കിടന്നാൽ മതിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ പറയുന്നത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അത് ആരാണ് ഒട്ടിച്ചതെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അവിടെയൊന്നും CCTV ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരൊട്ടിച്ചതാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു പേരും അതൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. KP മധുവിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 9 മാസമായിട്ട് വയനാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതാണ്. അത് പുരോഹിതരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനാണ്. കൃത്യമായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പി.കെ. കൃഷ്ണദാസിനും കെ സുരേന്ദ്രനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാറ്റിയതല്ല. എന്നിട്ട് പ്രശാന്ത് മലവേലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പ്രസിഡന്റായി നിൽക്കുന്നത്. വൈദികർക്കെതിരെ നടത്തിയ പരാമർശമാണ്. പിന്നെ അദ്ദേഹം ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് അസുഖബാധിതനായപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കെയാണ് KP മധുവിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ തമ്മിലടി, ഗ്രൂപ്പ് കളി, അതേക്കുറിച്ചൊക്കെ KP മധു പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ളതെല്ലാം തയ്യാറായി കഴിയുമ്പോൾ മാത്രം പറയുന്ന കാര്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. 9 മാസമായി എന്തായാലും ഒരു പരിപാടികളിലോ പ്രചാരണത്തിലോ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. പ്രശാന്ത് മലവേൽ വളരെ ആക്റ്റീവായിട്ട് അവിടെ വയനാട്ടിൽ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ KP മധു പാർട്ടി വിട്ടു പോവുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്നവർക്കൊപ്പം ഒരാൾ കൂടി എന്നല്ലാതെ അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. 7ാം കൂലിയെ പോലെയൊക്കെ സംസ്ഥാന നേതൃത്വം കണ്ടു എന്നൊക്കെ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഒരാളാണ്. ഒരു ജില്ലാ പ്രസിഡന്റൊക്കെ ആക്കി അങ്ങനെ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത ഒരു പാർട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ഇറങ്ങിപ്പോകേണ്ടത്? ഇറങ്ങിപ്പോകുമ്പോൾ കാണിക്കേണ്ട ഒരു മാന്യത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു. ഒരു പൊട്ടിത്തെറിയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ. ഇന്നിപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ ആരും പൊട്ടിത്തെറിക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം.
Meet the editors.